നമസ്കാരം. നോയിഡിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇന്നും പരമാധികാര റിപ്പബ്ലിക് രാജ്യമാണ്. എത്ര കാലം കൂടി രാജ്യം ഇങ്ങനെ ഭരണഘടനാ അനുസൃതമായ രാജ്യമായി തുടരുമെന്ന ആശങ്ക ഓരോ ദിവസവും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഒരേ സമയം ആശങ്കപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ദിനം കൂടിയാണിന്ന്. രാഷ്ട്രീയമായ അശ്ലീല കാഴ്ചകൾക്കൊപ്പം പ്രതിരോധത്തിന്റെ ഉറച്ച നിലപാടുകൾ കൂടി കണ്ട ദിവസം. റിപ്പബ്ലിക് ദിനത്തിന്റെ തലേ ദിവസം ഈ രാജ്യത്തെ പൗരന് നൽകുന്ന പരമോന്നത ബഹുമതികൾ പ്രഖ്യാപിക്കും. പത്മ പുരസ്കാരങ്ങൾ. അതാത് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് ഈ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയവരെയാണ് ഈ പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുക. ജസ്റ്റിസ് ഫാത്തിമ ബീവി, ബിജെപി നേതാവ് ഒ രാജഗോപാൽ, ഗായിക ഉഷ ഉദുപ്പ്, മിഥുൻ ചക്രവർത്തി, വ്യവസായി സീതാറാം ജിൻഡാൽ തുടങ്ങി 17 പേർക്ക് ഇക്കുറി പത്മഭൂഷൺ ലഭിച്ചപ്പോൾ കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ ഇ.പി. നാരായണൻ, ചിത്രൻ നമ്പൂതിരിപ്പാട്, ഗൗരി ലക്ഷ്മിഭായ് ഉൾപ്പെടെ 6 മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചു. ഇതിൽ ഗൗരി ലക്ഷ്മിഭായ് ഈ രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന എന്ത് നേട്ടമാണ് നൽകിയതെന്ന് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചവർ വ്യക്തമാക്കണം. ഏതാനും ചില പുസ്തകങ്ങൾ ഗൗരി ലക്ഷ്മിഭായിയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ആകെ എഴുതിയ 13 പുസ്തകങ്ങളിൽ ഏതാനും ചിലത് ഇവയാണ്: കേരള ടെമ്പിൾ ആർക്കിടെക്ചർ, സം നോട്ടബിൾ ഫീച്ചേഴ്സ്, ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ, രുദ്രാക്ഷമാല, ഇങ്ങനെ പോകും ഇന്ത്യൻ സാഹിത്യ ലോകത്തിന് ഗൗരി ലക്ഷ്മിഭായ് നൽകിയ സംഭാവനകൾ. അപ്പോൾ പിന്നെ പത്മശ്രീ നൽകി ആദരിക്കാതെ തരമില്ലല്ലോ. ഇതുകൊണ്ടും കഴിഞ്ഞില്ല. സാമൂഹ്യ സംഭാവനകൾ വേറെയുണ്ട്. വളരെ പ്രസിദ്ധമായ ചില പ്രസ്താവനകൾ കൂടി പറഞ്ഞാൽ മാത്രമാണ് ലക്ഷ്മിഭായിയുടെ വ്യക്തിവൈഭവം പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ കഴിയുക. സ്ത്രീകൾ ഇപ്പോഴത്തെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തണം. പ്രലോഭനമുണ്ടാക്കുന്ന വസ്ത്രം ധരിക്കരുത്. പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ആൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലത്രേ. ചുരുക്കി പറഞ്ഞാൽ 6 മുഴം ചേല ചുറ്റിയാൽ അതിക്രമങ്ങളിൽ നിന്നൊക്കെ പെൺകുട്ടികൾക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാമെന്നാണ് ചുരുക്കം. ഇതുകൊണ്ടും കഴിഞ്ഞില്ല. ശബരിമല സ്ത്രീ പ്രവേശന അനുകൂല വിധി വന്നതുകൊണ്ടാണ് പ്രളയം വന്നത്. നിയമസഭയിൽ അടി നടക്കുന്നത് വാസ്തു ശരിയല്ലാത്തത് കൊണ്ടാണ്. ആർത്തവ സമയത്ത് സ്ത്രീകൾ വെള്ളമൊഴിച്ചാൽ ചെടി കരിഞ്ഞു പോകും. ഇങ്ങനെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്ത പ്രസ്താവനകൾ നടത്തിയ ഈ വ്യക്തിക്ക് എന്താണ് ഈ പുരസ്കാരം കിട്ടാനുള്ള യോഗ്യത? കാവ്യ രാഷ്ട്രീയത്തിന് പ്രിയപ്പെട്ടവരൊക്കെ ആദരിക്കപ്പെടുന്ന പുതിയ ഇന്ത്യയിലെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ തമിഴ്നാട്ടിൽ നിന്നൊരു മനോഹര കാഴ്ച കണ്ടു. ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിനെ തമിഴ്നാട് സർക്കാരിന്റെ മതസൗഹാർദ്ദ പുരസ്കാരം നൽകി മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ ആദരിച്ചു. വ്യാജ വാർത്തകൾ തുറന്നുകാട്ടി അക്രമങ്ങൾ തടയാൻ സഹായിച്ചതിനും സാമുദായിക സൗഹാർദ്ദം പ്രോത്സാഹിപ്പിച്ചതിനുമാണ് പുരസ്കാരം. ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ രാജ്യത്തിന്റെ മതേതര മനസ്സിനെ വേദനിപ്പിക്കുന്ന മറ്റൊന്നുകൂടി ഉണ്ടായി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കേന്ദ്ര സർക്കാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പോൾ അതിൽ സെക്യുലറിസവും സോഷ്യലിസവും ഒഴിവാക്കപ്പെട്ടു. ഈ 2 വാക്കുകളും ഒഴിവാക്കിക്കൊണ്ടാണ് ഇതാണ് യഥാർത്ഥ ഭരണഘടനാ ആമുഖം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. 1976 ഈ 2 വാക്കുകളും ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഇന്ന് ഇതാണ് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഒറിജിനൽ രൂപം എന്ന് പറയുമ്പോൾ BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശം വ്യക്തമാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകി തുടങ്ങിയിരിക്കുന്നു BJP. ഇതാദ്യമായല്ല BJP ഇത്തരമൊരു ഭരണഘടനാ ആമുഖം അവതരിപ്പിക്കുന്നത്. പുതിയ പാർലമെന്റിലെ ആദ്യ സമ്മേളനത്തിന് മുൻപ് വിതരണം ചെയ്ത ഭരണഘടനയും സമാന സ്വഭാവമുള്ളതായിരുന്നു. ഇന്നത്തെ ദിവസം ഈ ഭരണഘടനാ ദിനം നമുക്ക് മനസ്സിൽ ആവർത്തിച്ചുറപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ രാജ്യം ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര രാജ്യമാണ്. നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഈ നാടിൻ്റെ ഭരണഘടനയെ മുറുകെ പിടിക്കും.